ഹലോ എവരിവൺ, വെൽക്കം ടു ടീം ആൻഡ്രൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഫ്കാറ്റിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എയർഫോഴ്സിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് മികച്ച ഒരു അവസരമാണ് വരാനായിട്ട് പോകുന്നത്. എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ്, അതായത് അഫ്കാറ്റിൻ്റെ സൈറ്റിൽ റീസെൻ്റ് ആയിട്ടൊരു നോട്ടിഫിക്കേഷൻ, അതായത് റീസെൻ്റ് ആയിട്ടൊരു അപ്ഡേറ്റ് റിലീസ് ആയിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം എന്താണ് അപ്ഡേറ്റ് എന്ന്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ആ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. സോ ഇതാണ് അഫ്കാറ്റിൻ്റെ സൈറ്റിൽ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ആയിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഈ അപ്ഡേറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ എയർഫോഴ്സിൻ്റെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ, നോൺ ടെക്നിക്കൽ, അതുപോലെ ഫ്ലൈയിങ് ബ്രാഞ്ച് തുടങ്ങിയ മേഖലയിലേക്ക് പുതിയ വേക്കൻസീസ് വരാനായിട്ട് പോവുകയാണ്. ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്നാണ് റിലീസ് ആവുന്നത് എന്ന് കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു അപ്ഡേറ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. November 9, 2025 എയർഫോഴ്സിൻ്റെ സൈറ്റിൽ ഉടൻ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ആവുന്നതായിരിക്കും. സോ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് ഈ ഒരു നോട്ടീസ് എന്ന് പറയുന്നത്. സോ കറക്റ്റായിട്ട് തന്നെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. November 9, 2025 നോട്ടിഫിക്കേഷൻ റിലീസ് ആവാനായിട്ട് പോകുന്നത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കും. സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് എയർഫോഴ്സിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആണ് ഇവിടെ പറയുന്നത്. വേക്കൻസി ടൈപ്പ് വരുന്നത് ഓൾ ഇന്ത്യ ലെവൽ വേക്കൻസി ആണ്. അതുപോലെ തന്നെ ജെൻഡർ, ഫീമെയിൽ ആൻഡ് മെയിൽ കാൻഡിഡേറ്റ്സിന് ഒരുപോലെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എലിജിബിലിറ്റി, ഗ്രാജുവേറ്റ് ലെവലുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വരുന്ന പോസ്റ്റിലേക്കെല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത് ബേസിക് എക്സാം ആണ് വരുന്നത്. അതുപോലെ തന്നെ ഫിസിക്കലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഓൺലി PST മാത്രമാണ് നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് വരുന്നത്, അതായത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഈവൻസും അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നാണ്. അതായത് എയർഫോഴ്സ്, ഇന്ത്യൻ എയർഫോഴ്സ് ആണ് നിങ്ങളുടെ റിക്രൂട്ടിംഗ് ബോഡി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെയിം ഓഫ് ദ എക്സാം, നിങ്ങൾക്ക് ഫ്ലൈയിങ്, അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആൻഡ് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ആണ് നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത്. കാറ്റഗറി വരുന്നത് ഗവൺമെൻറ് ജോബ് ആണ്. നിങ്ങളുടെ ലൊക്കേഷൻ വരുന്നത് ഓൾ ഇന്ത്യ ആണ്. അതുപോലെ തന്നെ എക്സാം സിറ്റി നിയർ സിറ്റി ആണ് വരുന്നത്. നിങ്ങൾക്ക് എക്സാം നിങ്ങളുടെ അടുത്തുള്ള സിറ്റിയിൽ നിന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീ ആണ്. അതായത് കാറ്റഗറി വൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാറ്റഗറി ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 550 രൂപയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. സോ നമുക്ക് നോക്കാം ഏതൊക്കെ കാറ്റഗറി ആണെന്ന്. നിങ്ങൾ ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ OBC, EWS, SC, ST ഏത് കാറ്റഗറി ആണെങ്കിലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 550 രൂപയാണ്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ പ്രധാനമായിട്ട് 3 പോസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ക്വാളിഫിക്കേഷനാണ് ഈ 3 പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്കാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കേണ്ടതാണ്. സോ അതുപോലെ തന്നെ +2 ലെവൽ നിങ്ങൾ ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ആയിരിക്കണം ചൂസ് ചെയ്തിരിക്കേണ്ടത്. സോ അത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 2 മേഖലയാണ് വരുന്നത്. സോ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രോണിക്സ്, അതായത് മിനിമം +2 നിങ്ങൾ 60% മാർക്ക് വാങ്ങിച്ചിരിക്കണം. ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ ആയിരിക്കണം നിങ്ങൾ 60% മാർക്ക് ഉണ്ടായിരിക്കേണ്ടത്. സോ അത്രയും കാര്യങ്ങളാണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ 4 ഇയർ ഗ്രാജുവേഷൻ ആണ് വരുന്നത്. സോ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ റിലീസ് ആവുന്ന ടൈമിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും ഓരോ പോസ്റ്റിലേക്കുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം. നെക്സ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ആണ്. മെക്കാനിക്കൽ ഫീൽഡിലേക്കുള്ളതാണ് വരുന്നത്. അപ്പോൾ കാൻഡിഡേറ്റ്സ് മസ്റ്റ് 60% മാർക്ക് ഇൻ ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. +2 ലെവലിൽ നിങ്ങൾ ഫിസിക്സ് മാത്തമാറ്റിക്സിൽ 60% മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 4 ഇയർ എഞ്ചിനീയറിംഗ് ഡിഗ്രി നിങ്ങൾ പാസ്സായിരിക്കണം. സോ അത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. സോ മസ്റ്റായിട്ട് നിങ്ങൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ, ഇവിടെ ടെക്നിക്കലാണ് പറഞ്ഞത്. ഇവിടെ നോൺ ടെക്നിക്കൽ നോക്കുകയാണെങ്കിൽ ബാച്ചിലർ ഡിഗ്രി നിങ്ങൾക്കുണ്ടായിരിക്കണം. ഏതൊരു സ്ട്രീമിലാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 60% മാർക്ക് നിങ്ങൾ കവർ ചെയ്തിരിക്കണം. സോ അത്രയും കാര്യങ്ങളാണ് നോൺ ടെക്നിക്കൽ ഫീൽഡിൽ നിങ്ങൾക്ക് വരുന്നത്. സോ ഇത്രയുമാണ് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഏജ് ലിമിറ്റ്. എയർഫോഴ്സിൻ്റെ വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക്
ആണെങ്കിൽ നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് വരുന്നത്, അത് മെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിലും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിലും 20 വയസ്സ് മുതൽ 24 വയസ്സ് വരെയാണ് നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി ആണെങ്കിൽ ഗ്രൗണ്ട് ഡ്യൂട്ടിയിൽ പ്രധാനമായിട്ട് എന്താണ് രണ്ട് മേഖലയാണ് വരുന്നത്, ടെക്നിക്കലും നോൺ ടെക്നിക്കലും. സോ രണ്ടാണെങ്കിലും നിങ്ങളുടെ ഏജ് ലിമിറ്റ് വരുന്നത് 20 വയസ്സ് മുതൽ 26 വയസ്സ് വരെയാണ്. അപ്പോൾ മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും സെയിം ഏജ് ആണ് വരുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്കാണെങ്കിൽ 20 വയസ്സ് മുതൽ 24, അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കലും നോൺ ടെക്നിക്കൽ ഫീൽഡും ആണെങ്കിലും 20 വയസ്സ് മുതൽ 26 വയസ്സ് വരെയാണ് നിങ്ങളുടെ ഏജ് ലിമിറ്റ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, ഇതൊരു പോസ്റ്റിലേക്കാണെങ്കിലും നിങ്ങൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് സെലക്ഷൻ പ്രോസസ്സ് എന്തൊക്കെയാണ്. സോ നമുക്ക് നോക്കാം അഫ്കാറ്റിന്റെ സെലക്ഷൻ പ്രോസസ്സ് എന്തൊക്കെയാണ്. ഫസ്റ്റ് വരുന്നത് റിട്ടേൺ എക്സാം ആണ്. റിട്ടേൺ എക്സാമിന്റെ കാര്യം നിങ്ങൾക്ക് നന്നായിട്ട്, അതായത് എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. റിട്ടേൺ എക്സാം കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് AFSB ടെസ്റ്റ്, അതായത് അഫ്കാറ്റ് സെലക്ഷൻ ബോർഡ് ഇന്റർവ്യൂ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷമുള്ള നെക്സ്റ്റ് സ്റ്റേജ് ആണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾക്ക് വെരിഫൈഡ് ചെയ്യുന്നതായിരിക്കും അതിന്റെ നെക്സ്റ്റ് സ്റ്റേജ്, അതായത് തേർഡ് സ്റ്റേജ് ആണ് വരുന്നത്. അതിനുശേഷമുള്ള സ്റ്റേജ് ആണ് മെഡിക്കൽ എക്സാമിനേഷൻ. മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും. സോ ഇത്രയുമാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 5 പ്രോസസ്സ് ആണുള്ളത്. ഈ 5 പ്രോസസ്സിന് ശേഷമാണ് നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് ഔട്ട് ആവുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നാണ്. സോ ഫിസിക്കൽ സ്റ്റാൻഡേർഡിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ആവശ്യമായ ഹൈറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹൈറ്റ് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 157.5 സെന്റിമീറ്റർ, ഇത്രയുമാണ് നിങ്ങളുടെ ഹൈറ്റ് വേണ്ടത്. അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 152 സെന്റിമീറ്റർ ആണ് വേണ്ടത്. സോ ഹൈറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾ നന്നായിട്ട് മെഷർ ചെയ്യുക, നേരത്തെ തന്നെ ചെക്ക് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റ്സ് ആണ്. അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്തൊക്കെയാണ്, അപ്ഡേറ്റിൽ വന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് നോട്ടിഫിക്കേഷൻ വരുന്നത് നവംബർ 9-നാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഓൺലൈൻ വഴിയായിരിക്കും ആപ്ലിക്കേഷൻ, അതായത് ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യേണ്ടത്. ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 10, 2025-നാണ്. നവംബർ 10, 2025-ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവുന്നതായിരിക്കും. അതിനുശേഷം ലാസ്റ്റ് ഡേറ്റ്, ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഡിസംബർ 9, 2025 വരെയാണ്. സോ അത്രയുമാണ് ആ കാര്യങ്ങൾ. അതുപോലെ തന്നെ എക്സാമിൻ്റെ കാര്യങ്ങളെല്ലാം ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ആ ഒരു വീഡിയോ കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. സോ അത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സിലബസ്. സോ നിങ്ങളുടെ സിലബസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. നിങ്ങളുടെ സിലബസിൻ്റെ എന്തൊക്കെയാണ് നിങ്ങളുടെ സബ്ജക്റ്റ് കാര്യങ്ങൾ, അതുപോലെ മാർക്ക്, ഡ്യൂറേഷൻ കാര്യങ്ങളെല്ലാം എന്താണ് ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ അതുപോലെ തന്നെ എക്സാം വരുന്നത് എന്താണ്, അഫ്കാറ്റ് എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പ്രധാനമായിട്ടും എന്താണ് 5 സബ്ജക്റ്റ് ആണ് വരുന്നത്. ഫസ്റ്റ് വരുന്നത് എന്താണ് ജനറൽ അവയർനെസ് ആണ്. അതുപോലെ തന്നെ വെർബൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി, മിലിറ്ററി റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. സോ ഇത്രയുമാണ് നിങ്ങളുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സബ്ജക്റ്റിലെല്ലാം കൂടി നിങ്ങൾക്ക് ടോട്ടൽ 100 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ടോട്ടൽ ഈ ഒരു 5 സബ്ജക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 300 മാർക്കാണ്. അതായത് 300 മാർക്ക് നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ടൈം ഡ്യൂറേഷൻ. 120 മിനിറ്റ് ആണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ടൈം എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ലാംഗ്വേജ്. നിങ്ങൾക്ക് ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻ ലഭിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ സിലബസിൽ പറയാനുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക നന്നായിട്ട്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ അഫ്കാറ്റിൻ്റെ സൈറ്റിൽ വന്ന ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റിലീസായ ഉടൻ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്യുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനിൽ കറക്റ്റായിട്ട് നിങ്ങളുടെ പോസ്റ്റ് കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്കായിട്ട് നമ്മുടെ ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയിൽ 2 പ്ലാറ്റ്ഫോംസ് ആണ് റൺ ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ ടെലഗ്രാം ചാനലാണ്, ആൻഡ്രൻ ആർമി നേവി SSC RRB അക്കാഡമി എന്നാണ് ടെലഗ്രാം ചാനലിൻ്റെ പേര്. ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മുടെ വാട്സപ്പ് ചാനലാണ്, ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനലാണ്. ഈ ഒരു ചാനൽ വഴി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ PDF കാര്യങ്ങളെല്ലാം ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഈ ഒരു ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക. ഈ ഒരു വീഡിയോയെക്കുറിച്ചോ അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഓഫീസ് നമ്പേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഈ 2 നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. സോ ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.